One more snap. Tomorrow you cannot take. Today you should take. Now good lighting also. അപ്പോഴത്തെ ഈ വേരയിലൊക്കെ തൂങ്ങി ആടണ്ടേ, ടാർസനെ പോലെയും മൗഗ്ലീനെ പോലെയൊക്കെ. അപ്പോഴത്തെ ട്രെയിൻ വരുന്നുണ്ട്, പക്ഷേ നമുക്കിനി കാണാൻ പറ്റില്ല. ട്രെയിൻ അങ്ങേ സൈഡിൽ റൈറ്റ് സൈഡിൽ കൂടിയാണ് പോകുന്നത്. പാലക്കാട്ടുകാരൻ ശ്രീധരൻ എന്ന മെട്രോമാനാണ് ഈ പാത നിർമ്മിച്ചത്. നമ്മൾ മലയാളിക്ക് പ്രൗഡായിട്ടുള്ളൊരു സംഭവമാണ് ഈ കൊങ്കൺ റെയിൽവേ. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ, കൊങ്കൺ പാതയുടെ സൈഡിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അപ്പോഴത്തെ വാട്ടർ ക്രോസിംഗ് ആണ് കേട്ടോ. നമ്മൾ ലേയിലും ലഡാക്കിലും കാണുന്ന വാട്ടർ ക്രോസിംഗ് അല്ല, ഇത് നമ്മൾ ജംഗലിനുള്ളിൽ കാണുന്ന വാട്ടർ ക്രോസിംഗ്. ये तो जंगल का अंदर होता है ऐसा छोटा छोटा वाटर क्रॉसिंग. ये बारिश का टाइम है, बस बाद में ये बंद हो जाएगा. अभी बहुत आदमी मेरे को बोल रहे हिंदी में व्लॉगिंग करने के लिए. मैं क्या करेगा, मैं ऐसा करेगा तो 2-3 भाषा में व्लॉगिंग करना है. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള പിള്ളേർ സിറ്റിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നീരൊഴുക്കുകൾക്കും ഇടയിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തെ റോറോയാണെന്ന് തോന്നുന്നു മേളിൽ കൂടെ പോകുന്നത്. റോറായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. ഒരുപാട് ലോറികൾ ഉള്ളിൽ വെച്ചിട്ടുള്ള യാത്ര. എവിടെയോ ഒരു കുരങ്ങൻ ചാടിയല്ലോ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തേ നടന്ന് നമ്മൾ ഹാഫ് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹാഫ് ഏരിയ, അതായത് ഒരു 4 കിലോമീറ്റർ കൂടി ഇനി നമ്മൾ നടക്കാനുണ്ട്. അതായത് ആ നല്ല വ്യൂ കിട്ടുന്ന, ആ വാട്ടർ ഫോൾസിൻ്റെ ആ ഫുൾ വ്യൂ കിട്ടുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നലത്തെ ഒരു അവസ്ഥയല്ല. ഇതുവരെ മഴ പെയ്തിട്ടില്ല. പെനി ഉണ്ടോ? ഗോവയുടെ സ്വന്തം ഫെനി നിർമ്മിക്കുന്ന ഏരിയയിലോട്ടാണ് ഈ നമ്മൾ പോകുന്നത്. പ്ലാന്റേഷനാണ്, അതായത് കാഷ്യൂനട്ട് പ്ലാന്റേഷൻ. അപ്പം കപ്പലുമാവിൻ തോട്ടത്തിലൂടെ നമ്മൾ പോകാൻ പോവുകയാണ്. കാശിനട്ട അല്ല, കാഷ്യൂനട്ട്. അപ്പോൾ ഇനി നമ്മൾ കയറുന്നത് നേരെ കശുമാവിൻ തോട്ടത്തിലോട്ടാണ്. അതുപോലെ തന്നെ ഫെനി നിർമ്മിക്കുന്ന ധാരാളം ഷെഡുകൾ ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴല്ല അതിൻ്റെ സീസൺ. അതിൻ്റെ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ മാസത്തിലാണ് അതിൻ്റെ സീസൺ. ഈ മഴ കഴിഞ്ഞതിന് ശേഷമാണ് ചെടികൾ പൂത്ത് കായുണ്ടാകുന്നത്. അപ്പം നമ്മൾ നേരെ പോവുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് തോട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗോവയുടെ ഫെനി നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ പറ്റും. പക്ഷേ ഫെനി നിർമ്മിക്കുന്നത് കാണാൻ പറ്റുമോ എന്നറിയില്ല. കാരണം കോടയിട്ട് വാറ്റുന്ന പരിപാടിയല്ലേ, അതിപ്പോൾ കാണില്ല. എങ്കിലും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒരു കുരിശൊക്കെ കാണുന്നുണ്ട്. പഴയ ഏതോ ഒരു വീടുകളൊക്കെ ആയി കേട്ടോ. ഇവിടെ എഴുതുണ്ടോ. അങ്ങനെ നമ്മൾ കാഷ്യൂനട്ടിൻ്റെ തോട്ടത്തിലോട്ടെത്തി. ഇതുണ്ടോ, കപ്പലുമാവിൻ തോട്ടമാണ് മുഴുവൻ. അതിൻ്റെ ഒരു ഷെഡാണ് ഈ കാണുന്നത്. ഷെഡാണോ വീടാണോ എന്നറിയില്ല, ഷെഡായിരിക്കണം. അവരുടെ ഫാം ഹൗസ് എന്ന് പറയും.
അപ്പോഴത്തെ ഇവിടെയാണ് ഈ ഫെനിയൊക്കെ നിർമ്മിക്കുന്ന ഷെഡുകളാണ് ഈ കാണാൻ പോകുന്നത്. If you got nice walking people with you know, you can share some everything. You can share. Talk. You also don't know how the talking and walking is going on. ദിസ് ഈസ് ഫാം ഹൗസ് ഓർ ഫെനി ഷെഡ്? This is field only. Not farm. Ah. They come here in the season time. Yeah. They are making farm house. Same as farm house. ഏതോ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഫെനി ഷെഡാണ്. ഇതുപോലുള്ള ഷെഡുകളിലാണ് അവർ ഫെനി നിർമ്മിക്കുന്നത്. ഇവിടെ കോടയൊക്കെ വാറ്റിയിട്ടിട്ട് ഇവിടെ ഇതൊക്കെ കഴുകാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെയാണ് ഫെനി നിർമ്മിക്കുന്നത്. ഇത് കണ്ടോ, മണ്ണ് തേച്ച് പിടിപ്പിച്ച് ഇഷ്ടിക വെച്ച് കെട്ടിയിട്ട് മണ്ണ് തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന വീടാണ് ഷെഡ്. ഇതിൻ്റെ അകത്തൊക്കെ കിടക്കാൻ എന്നാ സുഖമായിരിക്കും അല്ലേ. ഇതുണ്ട്, ഇതിൻ്റെ മുകളിലാണ് ഫുള്ളായിട്ട് ഫെനിയുടെ ഇത് നമ്മുടെ കപ്പലുമാവിൻ തോട്ടമാണ് കാണുന്നത്. ചെറിയ കപ്പലുമാവിൻ തോട്ടമാണ്, പുതിയതായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കൊൻസ protector for the forest. Protect for We called as Dussagar Baba. Dussagar Baba. ഓക്കെ, ദൂസാഗർ ബാബ എന്നുള്ള ഒരു പ്രതിഷ്ഠയാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ദിസ് ഈസ് ദ പ്രൊട്ടക്ടർ. അതായത് ഈ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഭഗവാൻ എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ലോക്കലായിട്ടുള്ള ഒരുപാട് ഗുരുക്കൾ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചെറിയ പുഴക്കരയിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ക്രോസ് ചെയ്യണ ലിച്ചപ്പാടാണ്. അപ്പത്തെ പാണ്ടൊക്കെ പതിയൊന്ന് പോകാം. അവിടെ ഇച്ച ഡീപ്പാണ്, അതുകൊണ്ട് ഇപ്പുറത്തൂടെ പോകാൻ നോക്കാം. അപ്പം ഇപ്പുറത്തൂടെ പോകാം. ഇവിടെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. കണ്ടോ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയാൽ മതി. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. കയറി ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ ഷൂവിൻ്റെ അകത്തുനിന്ന് വെള്ളം കളയണം. അപ്പോൾ ഇതുണ്ടോ, എല്ലാവരും ക്രോസ് ചെയ്ത് വരുവാണ്. When I am returning time, I want to swim here. There is I will tell you where you can get nice place to sit in water. There where we put our who want to swim. Just check them. Today, hey! എല്ലാവരും ക്രോസ് ചെയ്ത് കയറി വരുന്നുണ്ട്. ഞങ്ങളിങ്ങ് പോകുന്നു. Throw your mobile like that. ഇതുണ്ട്, എന്നെ കണ്ണീര് പോലത്തെ ഇതാന്ന് നോക്കി. ഇതുണ്ട, വെള്ളം ഒഴുകി വന്നിരിക്കുന്നതിൻ്റെ ഒരു കുഴിയിൽ വന്ന് വീണതാണ്. കണ്ണീര് പോലത്തെ വെള്ളം. You want to swim? You want to swim? Not here. അടിപൊളി. No. You will get the lychees area. I will tell you. You want to swim? അടുത്ത ഏരിയയിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലൊരു ടെമ്പിളുണ്ട്. അത് വർഷത്തിലൊന്നാണ് അത് ഓപ്പൺ ആക്കുന്നത്. നമ്മുടെ തേക്കടിയിലൊക്കെയുള്ള ടെമ്പിൾ പോലെ തന്നെ. അന്നേരമാണ് എല്ലാവർക്കും അതിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പം നമ്മളിത് ദൂദ്സാഗറിൻ്റെ സൈഡിലോട്ടുള്ള വഴിയെ കയറി ഇങ്ങനെ പോകുന്നു. ഇതുണ്ട്, നിറയെ ബോൾസമാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഞാൻ വരുന്ന വഴിക്കൊക്കെ കണ്ടു നിറച്ച് ബോൾസം ശരിക്കും ഈ സീസണിൽ തന്നെയാണ് ഉണ്ടാകുന്നത് എല്ലായിടത്തും. അപ്പോഴത്തെ നമ്മൾ താഴോട്ടിറങ്ങി പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഗൈഡ് ഞാനാണ്, ബാക്കി എല്ലാവരും എൻ്റെ പുറകെ വരുന്നുണ്ട്. വല്ല ആനയോ പുലിയോ കടുവയോ ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അവർ വന്ന് നമ്മളെ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പൊക്കോളും. അപ്പോഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നതല്ല, ചെറിയ നദിയുടെ സൗണ്ടാണ്. അപ്പോൾ താഴോട്ടിറങ്ങി നമ്മൾ പോവുകയാണ്. ഇവിടെ ഓരോരുത്തരായിട്ട് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. അതുപോലത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേന് നമ്മളിവിടെ എത്തി. ഈ നേരെ
Left or right? Left, right, left, left, right, left. അതെ, ഈ ലേസ് എന്നെ കൊണ്ടേ പോത്തളം തോന്നുന്നു. ലേസ് അഴിഞ്ഞഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ടീമുകൾ കൂന്നതാണ് കേട്ടോ. വേണ്ട, വീണ്ടും കപ്പിലുമാനും തോട്ടത്തിലേക്ക് എത്തി. ഇവിടെ കൃഷിയൊക്കെയുള്ള ഏരിയ കേട്ടോ. ഇത് ചെറിയ ഗ്രാമമാണെന്ന് തോന്നുന്നു ഉള്ളിൽ. ആ ഗ്രാമത്തിലോട്ടുള്ള വഴിയാണ്. അപ്പം മെയിൻ ഹൈവേയിൽ നിന്നും നമ്മൾ സ്റ്റേറ്റ് ഹൈവേയിലോട്ട് കയറിയിരിക്കുകയാണ്. അത് ഫോറസ്റ്റിൻ്റെ റോഡ്. ഇത് ഇങ്ങനെ നമ്മൾ ഷോർട്ട് അടിച്ചാണ്, കാരണം അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് ഈ റോഡ് വരുന്നത്. ഇത് നമ്മൾ നേരെ ഷോർട്ട് അടിച്ചു. ലേസൊക്കെ അഴിഞ്ഞു പോയി. ഇനി ഒരു വാട്ടർ ക്രോസിങ് കൂടി ഉണ്ട്. ഇതിലെ മറ്റേ കാട്ടി പോയ പാടുകൾ കാണുന്നുണ്ട്. യു സീ ദ footprint is there. Buffalo moving. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാട്ടിയുണ്ട്. കാട്ടി ഇതിലെ വഴിയിലൂടെ പോയതിൻ്റെ ഒരു പാടുകൾ കാണുന്നുണ്ട്. തൊട്ടടുത്തോട്ടെത്തി. യെസ്. What you do, you take less time at waterfall. And if you want to have the shower like that. No need, because we don't waste the time for a single person. You can take. Yeah. What you do? Okay. You spend your time there. Yeah. If these people take lot of time, I will not give more than 1 hour. Yeah. If you finish your photos. Yeah, videos and in a half an hour, 40 minutes, no? Yeah. Then that 20 minutes you can take here. You Okay, also okay. good in walking, no? Yeah. So this is the water area. Because I don't have that towel or anything, that's why. But you can fresh up. Yeah, fresh up only. We just Call them, huh? നമ്മൾ ചെറിയൊരു കാട്ടുപാതയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. ആ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്യാമറ അത്ര ക്ലിയറായിട്ട് കിട്ടാത്തത്. നമ്മളിങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് കാട്ടുപാത. മരങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ ദൂദ്സാഗറിലെത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞു. ഇനി ഏകദേശം 1 കിലോമീറ്ററാണ് ദൂദ്സാഗറിനുള്ളിലേക്ക് എത്താനുള്ളത്. ദൂദ്സാഗറിൻ്റെ വാട്ടർഫോൾസ് ഏരിയയിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അവിടെ 1 മണിക്കൂറാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സമയം തരുന്നത്. ആ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ഇത് കണ്ടോ, ഓൺ ദ ബ്രിഡ്ജ് അറ്റ് എ ടൈം. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമ്മൾ പോകാൻ. 2 ആളുകൾക്കാണ് ഒരേ സമയത്ത് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുള്ള അനുവാദമുള്ളത്. അപ്പോഴത്തേ നമ്മൾ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് എത്തി. 2 പേര് ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് ഇത്. ചെറിയ റോപ്പാണ്, വലിയ റോപ്പ് തന്നെയാണ്, പക്ഷേ അവർ സമയം കൊടുക്കുന്നില്ല. ആളുകൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. Yeah, this is the area after coming. Here you can fresh up. Here? Yeah. Go.
അങ്ങനെ നമ്മൾ റോഡ് ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പിന്നെയും പോവുകയാണ്. ഇത് ക്രോസ് ചെയ്തിട്ട് ഇനി 1 കിലോമീറ്ററോടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് റൈറ്റ് then turn left, same as Google Map. Yeah, arrow mark is there. But next flood time it will be removed. Yeah. നമ്മുടെ കുറച്ച് പേര് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനുണ്ട്. കാരണം ആ ഒരു ഇതിലൂടെ തൂക്കുപാലത്തിലൂടെ 2 പേരിൽ കൂടുതൽ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അതൊരു ചെറിയ തൂക്കുപാലമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വന്നിട്ട് ഈ കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടോ, ചെറിയ ചാലുകൾ ഒഴുകി പോകുന്നുണ്ടോ, ഉറവ് വെച്ച ചാലുകൾ. പണ്ട് കാലത്ത് നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഒഴുകുന്ന ഒരു ചാല് പോലെയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ വലിയൊരു ചാല് ആ സൈഡിൽ കൂടി ഒഴുകി പോകുന്നു. ഇനി നമുക്ക് ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 കിലോമീറ്റർ അടുത്ത് മാത്രമേ ഉള്ളൂ ദൂദ്സാഗറിലോട്ടുള്ളൂ. അത് ഈ ചെറിയ റോഡിൽ കൂടി ഇങ്ങനെ നമ്മൾ കയറി പൊയ്ക്കൊണ്ടേയിരിക്കണം. ഈ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. അതാണ് നമ്മളെ ട്രക്കിങ്ങിന് പ്രേരിപ്പിച്ചത്. പിന്നെ ദൂദ്സാഗർ എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാട്ടർഫോൾസാണ്. അത് കൂടുതൽ നമുക്ക് ഇതായി കിട്ടിയത് കൊങ്കൺ റെയിൽവേ വന്നതിന് ശേഷമാണ്. ഈ സമയത്തെ കൊങ്കൺ റെയിൽവേയിലൂടെയുള്ള യാത്രയിലാണ് നമുക്ക് ദൂദ്സാഗർ കാണാൻ പറ്റുക. റെയിൽവേ ട്രാക്കിൽ കൂടെ കുറേ ദൂരം നമ്മൾ നടന്നു വന്നതിന് ശേഷം, ഏകദേശം 1 കിലോമീറ്ററോളം റെയിൽവേ ട്രാക്കിലൂടെ നടന്നു വന്നതിന് ശേഷം നമ്മൾ താഴോട്ടിറങ്ങി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം എൻട്രിക്ക് വേണ്ടി. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം വന്നതിന് 1 കിലോമീറ്ററോളം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ റെയിൽവേ ലൈൻ കിട്ടുക. അതിനുശേഷം നമ്മൾ നേരെ കാട്ടുപാതയിലൂടെ നദിക്ക് സമാന്തരമായിട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ ചാലുകൾക്കുള്ളിലൂടെയൊക്കെ നടന്ന് നമ്മൾ ദൂദ്സാഗറിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗൈഡ് പുറകിലുണ്ട്, ഞാൻ മുമ്പോട്ട് പോകുന്നതാണ്. അപ്പോഴത്തെ മനോഹരമായ കാടിൻ്റെ പശ്ചാത്തലം. പേടിക്കേണ്ട കാര്യമില്ല, കാരണം മൃഗങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാത്ത സമയമാണ്. അവർ സ്ഥിരമായിട്ട് മനുഷ്യർ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങോട്ടെങ്ങും വന്ന് ആക്രമിക്കാറില്ല. അപ്പോഴത്തെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു പൊക്കോളാൻ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്താണ്. അപ്പം നമ്മൾ വീണ്ടും വാട്ടർ ക്രോസിംഗ് ആണ്. ഓ, അടിപൊളി വെള്ളം. മുഖം ഒന്ന് കഴുകിയിട്ട് പോവാം. വെള്ളത്തിൽ കൂടെ തന്നെ വേണം പോകാൻ കേട്ടോ, അല്ലെങ്കിൽ ഈ സൈഡിൽ കൂടെ വേറെയിലൊക്കെ ചവിട്ടി തന്നി വീഴാതെ പോകാൻ പറ്റും. അപ്പോഴത്തെ കയറി ദൂദ്സാഗറിൻ്റെ അടുത്തോട്ടെത്തി. അവിടുത്തെ ചാലുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, ഉറവയാണ്. അപ്പോൾ പാറയുടെ മുകളിലൊക്കെ ചവിട്ടി Exactly 1 kilometer, 500 meters. അപ്പം കാണാൻ നല്ലൊരു സുഖമാണ് പോകാൻ. വെള്ളത്തിൻ്റെ അകത്തുകൂടിയൊക്കെയുള്ള യാത്ര വളരെ മനോഹരമാണ്. അപ്പോൾ സൂര്യനൊക്കെ നമ്മളെ നോക്കി നിൽപ്പുണ്ട്. ഞാനിപ്പോൾ മുഖം ഒന്ന് കഴുകിയതുകൊണ്ട് കുറച്ച് ഫ്രഷായി. അടിപൊളി. ഞാൻ കുടയെടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു, മഴ വന്നില്ല. അങ്ങനെ കൂട്ടുകാരെ, ഇതാ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഫോൾസിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ദൈവമേ, വാട്ട്സ് ഇറ്റ്, അടിപൊളി. പൊളിച്ചണ്ണാ, പൊളിച്ച്. കണ്ടോ, നോക്കിക്കേ എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. എൻ്റെ ദൈവമേ, അങ്ങനെ നമ്മൾ അവസാനം അവിടെ എത്തിയിരിക്കുകയാണ്. You are crossing everyone and coming. Yeah, Nikhil. Yeah, here it is. The falls should become, no? ಇಲ್ಲ ಕೂತಿರೋ ನೋಡಿದಾಯ್ತಲ್ಲ ಫಾಲ್ಸ್.